നമസ്തേ. സന്ദേശമാല കേൾക്കുന്ന എല്ലാ ആളുകൾക്കും എൻ്റെ വിനീത നമസ്കാരം. സുഖം എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അളക്കുന്നത് എപ്പോഴും സമ്പത്തിൻ്റെ അളവുകോല് വെച്ചിട്ടാണ് സുഖത്തെ അളക്കുന്നത്. അങ്ങനെയാണ് എല്ലാവരും സുഖത്തെ കണക്കാക്കുന്നത്. സാമ്പത്തികമായി തീരെ ഗതിയില്ലാത്തവന് സുഖമില്ല എന്ന ഒരു ധാരണയും ഉണ്ട്. ഒരു സമ്പന്ന കുടുംബത്തിൽ വലിയ മണിമാളിക പോലെയൊരു വീട്, കൊട്ടാരം, 4 കാറുകൾ, മുൻവശത്ത് നിൽക്കുന്ന അതിനൊക്കെ ഡ്രൈവർമാർ, എവിടേക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോകാൻ റെഡിയായി നിൽക്കുന്ന ആൾക്കാർ, അകത്ത് ജോലിക്ക് വേറെ ആൾക്കാർ, പുറത്ത് ജോലിക്ക് വേറെ ആൾക്കാർ. ഏകപുത്രൻ, എന്തൊരു സുഖം അല്ലേ? കുറച്ചപ്പുറത്ത് പുറമ്പോക്കിൽ താമസിക്കുന്ന ഒരു കുടുംബം. പുറമ്പോക്കിൽ ടാർപോളിൻ സീറ്റ് വലിച്ചു കെട്ടി ഓല കൊണ്ട് മറച്ച് വെച്ച് താമസിക്കുന്ന ഒരു കുടുംബം. അച്ഛനും അമ്മയും 4 മക്കൾ, 2 പെൺകുട്ടികൾ, 2 ആൺകുട്ടികൾ. പ്രഭാത കൃത്യങ്ങൾ നിറവേറ്റാൻ പോലും സ്ഥലമില്ലാത്ത, രാവിലെ 5 മണിക്ക് എണീക്കണം. വെളിച്ചം ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പേ എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്യണം. അവരെയും ജനം അളക്കുന്നു. എന്തൊരു കഷ്ടപ്പാട്, ദുരിതം അനുഭവിക്കുന്ന ഒരു കുടുംബം. ഒരു നല്ല കാറ്റ് വന്നാൽ പൂരെ ഒന്നായിട്ട് അങ്ങോട്ട് പാറിപ്പോവും. ഇതാണ് പൊതുജനത്തിൻ്റെ കാഴ്ചപ്പാട്. മറ്റേ വീട് സുഖസുന്ദരമായ വീട്, സന്തോഷത്തോടെ കഴിയുന്നവർ. ഇവിടെ ദുരിതത്തിൽ കഴിയുന്നവർ. എന്നാൽ ഒന്ന് പരിശോധിച്ച് നോക്കാം നമുക്ക്. എല്ലാം ഉണ്ടായിട്ടും ഒരു സുഖവും ഇല്ലാത്ത മണിമാളിക കെട്ടിയിട്ടുള്ള ആ വീട്ടിൽ പലകക്കട്ടിലിൽ കിടക്കണം, തലണ പോലും വയ്ക്കാതെ. ഡോക്ടർ നിർദ്ദേശിച്ചതാ. അരിയാഹാരം കഴിക്കാൻ പാടില്ല, പാലുൽപ്പന്നങ്ങൾ കഴിക്കാൻ പാടില്ല, ചായ കുടിക്കാൻ പാടില്ല, അരിയാഹാരം കഴിക്കരുത്. ഇങ്ങനെ നിരവധി നിർദ്ദേശങ്ങൾ. തേങ്ങ അരച്ച കറി പോലും കഴിക്കാൻ പറ്റില്ല. അകത്ത് ജോലി ചെയ്യാൻ ആളുണ്ട്. ഏകപുത്രൻ. ആ പുത്രനെ നഴ്സറി ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്തി അന്ന് മുതൽ ഇപ്പോൾ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്നു. ആ ചേർത്തി അന്ന് മുതൽ മകനെ കൊണ്ട് ഒരു സമാധാനവും ഈ അച്ഛനമ്മമാർക്ക് കിട്ടിയിട്ടില്ല. എന്നും അവനെക്കുറിച്ചുള്ള കംപ്ലൈൻറ്റുകൾ ഓരോന്നോരോന്നും വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മയക്കുമരുന്നോ എന്തൊക്കെയോ ആയിട്ട് നടക്കുന്നു. ഒരിക്കലും കിടന്നാൽ ഉറക്കം കിട്ടാത്ത, എത്രയോ വർഷങ്ങളായി അവർ ഉറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞും കിടക്കുക എന്നല്ലാതെ ഉറക്കം പോലില്ല. ഇവർക്ക് എന്ത് സുഖമാണുള്ളത്?
കോടാനുകോടി രൂപയുണ്ട്. സുഖം ഉണ്ടോ? സാധാരണ ജനങ്ങൾ ഇവരെ അളക്കുന്നത് സമ്പത്തിൻ്റെ അളവുകോൽ വെച്ചാണ് ഇവരുടെ സുഖത്തെ അളക്കുന്നത്. അപ്പുറത്തെ കനാൽ വരമ്പിൽ താമസിക്കുന്നവർ, ഒരു കാറ്റടിച്ചാലൊക്കെ പാറിപ്പോകുന്ന ഒരു കൂര, ഒരു മുറി മാത്രം, അടുക്കളയും അവിടെ തന്നെ, ഡൈനിങ് ഹാളും അത് തന്നെ. അതാണ് അവരുടെ വീട്. പായ കണ്ടാ മതി അപ്പോഴുറങ്ങും. 7 മണിക്ക് അങ്ങോട്ട് ഉറങ്ങിയ പിന്നെ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേൽക്കും. അങ്ങനെ ഉറക്കം. ആ കനാൽ വരമ്പിൽ അവർ താമസിക്കുന്നതിൻ്റെ മുന്നിലൂടെ ഒരു തോട് പോകുന്നുണ്ട്. ഒരിക്കലും അവിടെ മീൻ ധാരാളമായിട്ട് പൊന്തി വന്നു. മീൻ വന്നപ്പോൾ ഇവരെല്ലാം, അച്ഛനും മക്കളും അമ്മയെല്ലാം കുറേ മീൻ പിടിച്ചു കൊണ്ടുവന്നു. അമ്മയും പെൺകുട്ടികളും മീൻ വെട്ടി ശരിയാക്കുന്നു. അച്ഛനപ്പുറത്ത് പുറമ്പോക്കിൽ അച്ഛൻ തന്നെ നട്ട് പിടിപ്പിച്ച കപ്പ തൈകളുണ്ട്, നനച്ച് വളർത്തിയ. അവിടെ പോയി വലിയൊരു മുരട് കപ്പ പറിച്ചു കൊണ്ടുവന്നു. അത് നന്നാക്കുന്നു. ഇവർ കറി വയ്ക്കുന്നു. അന്ന് അവർക്ക് കപ്പയും കറി, മീൻ കറി, അന്നത്തെ രാത്രിക്കത്തെ ഭക്ഷണം. ആ കപ്പയും കറിയും കഴിച്ച് അവർ സുഖമായിട്ട് ഉറങ്ങുന്നു. പായ കണ്ടാൽ മതി അപ്പോൾ ഉറക്കം. 5 മണിക്ക് എഴുന്നേറ്റു. ആദ്യം അമ്മയും പെൺകുട്ടികളും എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിയും കഴിയണം. കുളിയും കഴിഞ്ഞ് അവർ വന്നു. അവർ വന്നു കഴിഞ്ഞാൽ ആൺകുട്ടികൾ, അച്ഛൻ പോയി കുളിക്കും. അവരും കുളിച്ചു. എന്നിട്ട് സ്കൂളിൽ പോകുന്നത് വരെ അവിടെ ഇരുന്ന് പഠിക്കും. സ്കൂളിൽ പോകുന്നവരെ പഠിച്ച് പഠനത്തിൽ ക്ലാസ്സിൽ എല്ലാവരും ഒന്നാമൻ. ഒരു ട്യൂഷനുമില്ല. എന്തൊരു സുഖമുള്ള ജീവിതം എന്ന് ആലോചിച്ച് നോക്കൂ. അവരെ പൊതുജനം കാണുന്നത് ദുരിതം അനുഭവിക്കുന്നവരെന്നാണ്. വാസ്തവത്തിൽ ആരാണ് ദുരിതം അനുഭവിക്കുന്നത്? സുഖമാർക്കാണ്, ദുഃഖമാർക്കാണ്? പുറമേ നിന്ന് നമ്മൾ വീക്ഷിക്കുന്നതൊന്നും ശരിയല്ല. അത് ഒന്ന് മനസ്സിലാക്കാൻ, നാം കാണുന്നതല്ല ശരി, അതിൻ്റെ അപ്പുറത്താണ് ശരിയെന്ന് മനസ്സിലാക്കി വെറുതെ ഒന്ന് ആലോചിക്കുക.